അപ്പൊ ഞൊറി എവിടെ? ഞൊറി പോയി. എങ്ങനെ 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 നടക്കണം? ഞാൻ കുത്തുവാ, വയറിന് കുത്തും. അടങ്ങിയിരുന്നോ? ഇതാണോ ഇവിടെ വരേണ്ടത്? എങ്ങനെ ചെയ്തോ അറിയില്ല. ഞാൻ ഉമ്മക്കുമ്പോ ഇങ്ങനെ തരണം. ഇങ്ങനെ ഇങ്ങനെ മീൻസ് ലൈക്ക് ഇങ്ങനെ ഷുഡു യു ഡൂയിങ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് കഷ്ടം തരാ. അങ്ങനെ തരണം. ഹായ് മലയാളീസ്, വെൽക്കം ബാക്ക് ടു ഗുരു കീക്കീസ് എന്റർടൈൻമെന്റ് വ്ലോഗ്. എന്താ കോലം, എന്താ കോലം? ഈ ആള് ഇങ്ങനെ ആക്കിയതാ. ഞാൻ വലിച്ചൂരിയതാ ഡ്രസ്സൊക്കെ. ഫോർ സീത സീതയല്ല, പിന്നെ സീതനല്ല, മറ്റിവിടെയാന്ന് തോന്നുന്നു, കുരുക്ഷേത്രയില്. വാട്ട്സ് നെയിം? പാഞ്ചാലി. പാഞ്ചാലി. പാഞ്ചാലി അങ്ങനെ പാഞ്ചാലിയെ പോലെ വസ്ത്രധാരണം ചെയ്തതാണ് കിടുത്തുട്ടിയെ. സോ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ, ടൈറ്റിൽ കണ്ടതുപോലെ, ഇന്ന് ഞാൻ കിടുത്തുട്ടിയെ സാരി ഉടുപ്പിക്കാൻ പോവാണ്. എപ്പോഴും ദേവേട്ട പറയൂ ഗൈസ്, നീ സാരി എടുത്തെങ്കിൽ കുറേ സമയം എടുക്കും, വേഗം ഇടാൻ പറ്റൂലേ, എന്താ അങ്ങനെ ഇങ്ങനെ ചീത്ത പറയും. ഇപ്പൊ നോക്കാം. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കിടുത്തുട്ടി സാരി ഉടുക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്കൊരു ചലഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ല നല്ല കമൻസും കമൻറ്റ് ബോക്സിൽ ഇടാൻ നോക്കാം. ഇഷ്ടമായെങ്കിൽ ഇട്ടോ, സാരമില്ല. അപ്പോൾ എനിക്ക് തന്ന ടാസ്ക് വെച്ചാൽ ഒരു സാരിയും പിന്നെ 3 പിന്നുമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ 3 പിന്നോടെ സാരി എനിക്കൊരു ഐഡിയ ഇല്ല, നോക്കാം നമുക്ക്. പച്ച സാരി, ഈശ്വര, മുണ്ടെടുത്ത് മാത്രമാണ് എനിക്ക് ശീലം. എവിടെ നിന്ന് തുടങ്ങും ദേവേട്ട? ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങണം. ഇതെന്താ, ഇതറിയോ ഇതെന്താന്ന്? പല്ലി. പല്ലു. ഇത് സൈഡ്. ഇത് ഫോൾസ് ആണ്. ഫോൾസ് എപ്പോഴും താളം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്ങനെ? ഇത് താളം ഉണ്ടാവും, ഈ പോർഷൻ താളം. ഒറ്റ ചോദ്യം, ഇതാണോ? എന്നിട്ട് ഞാൻ ചെയ്യാം. ഇതാണോ ഇവിടെ വരേണ്ടത്? അതെ. ഇങ്ങനെയാണോ വരേണ്ടത്? ഓക്കെ. ഇനി എന്നെ ഒന്നും മിണ്ടരുത്. അങ്ങനെ വരണോ. പിന്നെ ഇത് താളം ഉണ്ടാവണം. ഇത് ഫോൾസ് എപ്പോഴും താളം ഉണ്ടാവണം. ബ്രെയിൻ ഉപയോഗിക്കുന്നത് താഴെ ഉണ്ടാവും. ഓ, എന്താ ഇതാർ പഠിപ്പിച്ചു? നമ്മൾ ഐഡിയ വെച്ച് ചെയ്തതാ. ഞാൻ വെക്കാം. വാവ വെച്ച് പിന്നെ ഞാൻ എന്തിനിടുന്നു? ഞാൻ വാവക്കൻ ഇട്ടാ പറഞ്ഞു. ഞാൻ ബൊമ്മ അല്ല, ഞാൻ വെക്കാം. അത്ര പെർമിഷൻ ഇല്ല ദേവട്ട. അതല്ല, ഞാൻ തന്നെ ചെയ്യാൻ, എനിക്ക് മനസ്സിലായി. വേണ്ട. നോക്കാ ഗൈസ്, ഗിരിമല പോലെ ചുറ്റുന്നുണ്ട് ദേവട്ട. ഇതില് പൊടിയുണ്ടോ? ദേവട്ടക്ക് ഡസ്റ്റ് അലർജി, കുറച്ച് പൊടി പോകാൻ പാടില്ല ദേവട്ടക്ക്. ഇതെന്താ ദേവട്ട, ഇങ്ങനെയാണോ? വൃത്തിയില്ല ദേവട്ട, ഞാൻ നിക്കൂല. അടങ്ങിയിരിക്ക്, ഞാൻ ചെയ്തോളാം. വൃത്തിയില്ലാത്ത ആണ്. നമ്മള് മുണ്ടൊക്കെ എടുക്കുന്നത് അത്ര ഈസി ആയിട്ടാ? ഇതൊക്കെ മുണ്ടെടുക്കുന്ന പോലെ ഈസി വർക്കാണ്. ചുറ്റ എന്താ അറിയില്ല ഗൈസ്, എന്താ എനിക്ക് നടക്കാൻ പറ്റുമോ എന്ന് അറിയില്ല ഈ സാരി. എങ്ങനെ നടക്കണം? അങ്ങനെയായി. നിക്ക്. ഇന്നാവുമോ നാളെ ആവുമോ? ഇങ്ങനെ തന്നെ എപ്പോഴും ഞാൻ സാരി ഇടുമ്പോ കീഴ്ത്തൊട്ടി ഇന്നാവുമോ നാളാവുമോ ഇല്ല മറ്റന്നാളാവുമോ എന്ന ചോദ്യം. ഇതേടെ പറ, ഇന്നാവോ നാളാവോ മറ്റന്നാളാവോ? ഇതൊക്കെ ഒരു നാക്കാണ് ഫ്രണ്ട്സ്, അല്ലാണ്ട് ഇന്നാവോ നാളെ ഒന്നും ചോദിക്കരുത്. ഓക്കെ. ഞാൻ പട്ടിയാണോ? ഇവിടെ. നിക്ക്. You should not see me like that. ഞാൻ ഉറങ്ങട്ടെ, നിന്നിട്ട് ഉറങ്ങട്ടെ. ഇതെന്താ ആദ്യം റിമൂവ് ആക്കലുണ്ട്?
വെരി ഈസി ദേവേട്ട, വെരി ഈസി. നമ്മള് ചെയ്യുമ്പോ പണി നല്ല വൃത്തിയിൽ ചെയ്യണം. വൃത്തി ചെയ്യണം. അപ്പോൾ സമയം എടുക്കും. വൃത്തി ഇപ്പൊ നോക്കാം ഗൈസ്, വൃത്തി എത്ര വൃത്തിയിൽ ദേവേട്ട ഉടുപ്പിക്കുമെന്ന്. ഈശ്വരാ, ഇത് ദേവേട്ട മുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട് ഗൈസ്. ദേവേട്ടാ ഇത് ഇങ്ങനെയാ ചെയ്യും? അത് ആയിട്ടില്ല. ഞാൻ കുത്തുവാ, വയറിന് കുത്തും. അടങ്ങിയിരുന്നോ? ഇതെന്താ സാരി ആണോ? മിണ്ടാണ്ടിരുന്നേ കുറച്ചു നേരം. ഇതെന്താ സാരി ആണോ ഗൈസ്? സാരി ഉടുപ്പിക്കുന്നുണ്ടോ ഗൈസ് എന്നാ? ഓ എത്ര കോൺസെൻട്രേഷൻ നോക്ക് ഗൈസ്, കോൺസെൻട്രേഷൻ എത്ര വൃത്തിയിൽ ചെയ്യുന്നുണ്ട് ദേവേട്ട, വൃത്തിയിൽ. ഇത് ഇങ്ങനെയാണോ വരേണ്ടത്? ഇത് ഞാൻ കവറാക്കൂ. ഈ പോർഷൻ ഞാൻ കാമിക്കട്ടില്ല ആർക്കോ. ഓക്കേ, ഇതാണ് റാമ്പ് വാക്ക്. ദേവേട്ട ബുദ്ധി ഉണ്ടോ ദേവേട്ട? നിക്ക്. ദേവേട്ട ഒരു നല്ല സ്റ്റൈലിസ്റ്റ് ആവാൻ പറ്റും ആക്ച്വലി. ആ കളവ് ഉണ്ട് സ്റ്റൈലിസ്റ്റ് ആവാൻ. ഇല്ല മോഡൽക്ക് സാരി ഉടുപ്പിക്കാം ദേവേട്ടക്ക്. അതെന്താ? കിട്ടി 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 ഫ്രണ്ട്സ്, കിട്ടി. അപ്പൊ ഞൊറി എവിടെ? ഞൊറി പോയി. എന്താ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിൽഡ് ആയി. സെക്കൻഡ് അറ്റംപ്റ്റ് ദേവേട്ട ചെയ്യാൻ പോകാനുണ്ടേ. ഇത് ഇവിടെ തന്നെയാ ഇരിക്കേണ്ടത് ആദ്യം. അതെ, ദേവേട്ടക്ക് എങ്ങനെയാവോ അങ്ങനെ ചെയ്തോ, സാരമില്ല. ഞാൻ ചുത്തണോ? ദേവേട്ട ചുത്തണ്ട. നിക്ക്. ഇവിടേക്ക് ആളെന്നെ പറയുന്നുണ്ട് അവിടെ നിക്ക് മതി. സാരി ശരിയില്ല ഫ്രണ്ട്സ്. ഞാൻ മനഃപൂർവ്വം ഫെയിൽ ആവാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ സാരി തന്നതാ. ഇപ്പൊ എങ്ങനെ പഠിച്ചത് കേട്ടാ? ഇങ്ങനെയാണോ? ഞാൻ ഒരു ഐഡിയ ചെയ്യുന്നതാ. ഐഡിയ നല്ലുണ്ട്. നിക്ക് അതാ കളിയല്ലേ. ഇപ്പൊ എങ്ങനെ കിട്ടിയ ഐഡിയ? ഇവിടെ പിന്നെ കുത്താം. അപ്പം ഞാൻ അടുത്താണ് ഫ്രണ്ട്സ് കീർത്തിട്ട് ഐഡിയ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. എൻ്റെ അർത്ഥം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നാണ് എൻ്റെ അർത്ഥം. യെസ്, എത്രയായി കേട്ടോ. എന്തായാലും നിക്ക്. ഇതെന്റെ വിജയം, ഇത് നമ്മുടെ വിജയം ഫ്രണ്ട്സ്. യെസ്. ഇതെങ്ങനെയായി? എന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെയായി? ഇതോ ഇതൊക്കെ അല്ലേ? അങ്ങനൊക്കെ അതൊക്കെ അവര് ടെക്നിക്കലി അതൊക്കെ പോവും. ഇത് നോക്കല്ലേ, നന്നായി ദേവേട്ടൻ മധ്യത്തിൽ നിക്ക്. ഓ ഗോഡ്, എങ്ങനെ ചെയ്തു അറിയില്ല. How did you get an idea? ഇങ്ങനെ തന്നെയല്ലേ? How did you get it? I don't know, baby. അയ്യോ, you got hurt. ഇല്ല. സോറി. You got hurt. ഇല്ല. നല്ലുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് ആക്ച്വലി ഇപ്പൊ ദേവട്ടക്ക് തന്നെ ഇടാലോ. എന്റെ മോനെ കറക്റ്റ് ആയിട്ട് ഉടുപ്പിച്ചു ഗൈസ്. എങ്ങനെ ദേവട്ട? അറിയില്ല. ഇപ്പൊ അമ്മക്കല്ല ദേവട്ടനെ
ഞാൻ കാണുന്നുണ്ടല്ലോ ഭാഗത്ത് കൊടുക്കുന്നത്. ഞാൻ കീർത്തിക്കുട്ടി എപ്പോഴും സാരി ഉടുക്കുന്ന കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ ഞൊറി എങ്ങനെയോ വരണം. പക്ഷെ എങ്ങനെ ഫൈനലി നിങ്ങൾ പറയണം ഫ്രണ്ട്സ്. അപ്പൊ ഇത് കാണുന്ന ചേച്ചിമാരും അനിയത്തിമാരൊക്കെ പറയണം എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി എനിക്ക് എപ്പെങ്കിലും ലേസി ആയെങ്കിൽ സാരി സുഖമില്ലാത്ത ദിവസം ഞാൻ ഉടുപ്പിച്ചേരെ. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഇനിയും നന്നായിട്ട് ചെയ്യണേ അത് ഞാൻ നന്നായിട്ട് ചെയ്തേക്കാം. അയ്യോ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് ഞാൻ കീർത്തിക്കുട്ടിയെ ഒരുക്കിയത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. ഞൊറിയൊക്കെ കാണിച്ചേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞൊറിയൊക്കെ. ഓ എങ്ങനെ എല്ലാ ആൺകളും ഇത് പഠിക്കണം. ഭാര്യക്ക് ഹെൽപ്പ് ആവും. ഇപ്പൊ ഭാര്യ അവർ സ്വന്തം അമ്മ വിട്ടിട്ട് നിങ്ങളെ വീട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭർത്താവല്ലേ എല്ലാം നോക്കണം അല്ലേ? അതെ, സാരി ഉടുപ്പിക്കല്, കുളിപ്പിക്കല്, ഉറക്കല്, തൊട്ടിലാക്കിയിട്ട് എല്ലാം നമ്മളെന്നെ ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Until then, see you. Bye.